സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് കൊണ്ട് നടക്കാം ഗൈസ്, കൊണ്ട് നടന്ന് നമുക്ക് യൂസ് ചെയ്യാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഉപയോഗിക്കുമ്പോൾ തുറക്കാം, വേണ്ടെങ്കിലും അടക്കാം നമുക്ക്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അൺബോക്സിങ്ങിന് ഒരു ലോങ് വീഡിയോ ചെയ്യാനിരുന്നതല്ല കേട്ടോ, ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യാനിരുന്നതാണ്. പക്ഷേങ്കിൽ പ്രൊഡക്റ്റ് അത്ര അടിപൊളി ആയതുകൊണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ നമ്മൾ മീഷോയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപ്പോഡാണ് കേട്ടോ. നമുക്ക് ട്രൈപ്പോഡായിട്ടും യൂസ് ചെയ്യാം, സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം, ഹാൻഡിൽ വിത്ത് കെയർ ആയിട്ട് നമുക്ക് കൊണ്ടെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ സംഭവം. ഇവിടെ കുറേ ടൈപ്പൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഗൈസ് ഇതാണ് കേട്ടോ സംഭവം. നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് നമ്മുടെ ഹാൻഡിൽ കെയർ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കൊണ്ടെടുക്കാവുന്ന ഒരു സെൽഫി സ്റ്റിക്കും അല്ലെങ്കിൽ ട്രൈപ്പോഡൊക്കെ കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 167 രൂപയാണ്. ആമസോണിൽ കുറച്ചും കൂടി പ്രൈസ് വിലയുണ്ട്, നമ്മുടെ ഫ്ലിപ്കാർട്ടിലും കുറച്ചും കൂടെ വിലയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഷോയിൽ നമുക്ക് കുറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറേ തപ്പി കണ്ടുപിടിക്കാം, ഞാൻ കുറേ തപ്പിയിരുന്നു ഇത് എവിടെ കിട്ടും റേറ്റ് കുറഞ്ഞ എവിടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇൻസ്റ്റാ പേജിൽ ഒരു കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് അയാളോട് ലിങ്ക് ചോദിച്ചിട്ട് ആ ലിങ്ക് വഴിയിട്ട് കയറി വാങ്ങിച്ചതാണ് കേട്ടോ അത് ഈ ഒരു സംഭവം. പക്ഷെ മേടിച്ചിപ്പോൾ എനിക്ക് ആദ്യം ഞാൻ വാങ്ങിച്ചത് ഡാമേജ് പ്രോഡക്റ്റ് ആയിരുന്നു. അത് ഞാനൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇന്നതാ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് കിട്ടിയതേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇത്രയും ചെറിയ സാധനം കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളായിട്ട് എന്തൊക്കെ ടൈപ്പിൽ യൂസ് ചെയ്യാൻ നമുക്കാണ് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഇതേപോലെ നമുക്ക് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഫോൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഫോട്ടോയും റീൽസും വീഡിയോസൊക്കെ എടുക്കാം. ഇനി നമുക്ക് ഫോണ് ഇതേപോലെ ചരിച്ച് വെച്ചിട്ട് ഇതിൽ നമുക്ക് ഫോണ് യൂസ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഫോൺ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു ഇത് ഇങ്ങനെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ തുറക്കുക കേട്ടോ. ഇതേപോലെ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്താണ് നമ്മൾ ഫോൺ വെക്കണം. ഇനി ഇതിനകത്തോട്ട് ഫോൺ എങ്ങനെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വലിച്ച് ഇതിനകത്ത് ഫോൺ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടാവും ഇതെന്താ സംഭവം. ഇത് നമ്മുടെ ലൈറ്റാണ് കേട്ടോ. നമുക്ക് ഇപ്പം നമ്മുടെ മുഖത്തിനൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ലൈറ്റ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഓൺ ആക്കാം. ഇതാണ് നമ്മുടെ ലൈറ്റ്, ഇതാണ് കേട്ടോ നമ്മുടെ ലൈറ്റിന് ഇവിടെ ലൈറ്റ് ഓൺ ആക്കാനുള്ള ബട്ടൺ ഇതാണ് കേട്ടോ. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓൺ ആക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് തന്നെ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കുറഞ്ഞ ലൈറ്റാണ്, കുറച്ചും കൂടി കൂടിയൊരു ലൈറ്റ് ഉണ്ട് കണ്ടാ, കുറച്ചും കൂടി നമുക്ക് കൂടിയ ലൈറ്റ് കിട്ടും. അത് നമ്മുടെ മുഖം ഭയങ്കര ബ്രൈറ്റായിട്ട് നല്ല വ്യക്തത്തിൽ നമുക്കിനി ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ ഗൈസ് ഈ ഒരു സാധനം. അപ്പോൾ ഇത് കണ്ടാ, ഇത് നമ്മൾ ഇത്രയും കണ്ടു. ഈ ഒരു സാധനം ഇത്രയും ചെറുതാണെന്ന് ഓർത്ത് നിങ്ങൾ മേടിക്കാതിരിക്കാൻ കേട്ടോ. ഇത് ഇത്രയും ചെറുതല്ല, നമ്മൾ കാണുമ്പോൾ ഇത്രയും ചെറുതാണല്ലോ. ഇതിനകത്ത് സൈസ് നമുക്ക് കൂട്ടാട്ടോ. ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ഇത്രയും നീളത്തിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ സെൽഫി സ്റ്റിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താ ക്യാമറ ഇങ്ങനെ തന്നെ ഇരിക്കണേ, നമുക്കിത് നമ്മുടെ ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ തിരിച്ചിട്ട് ഇത് ടൈറ്റ് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ നല്ലപോലെ ടൈറ്റ് ആക്കി വെക്കുമ്പോൾ പിന്നെ ഇത് അവിടെ നിന്ന് അനങ്ങത്തില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലൂസാക്കി കൊടുക്കണം. നന്നായിട്ട് ലൂസായി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണോ നമുക്ക് ഇത് ഇരിക്കേണ്ടത് ആ ഒരു രീതിയിലേക്കാക്കി നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു സെൽഫി സ്റ്റിക്കിൽ നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നോക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് പോലത്തെ സാധനമാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ഇതിൽ ഒരു ചെറിയൊരു ബട്ടണൊക്കെ ഉണ്ട് കേട്ടോ, സ്വിച്ചൊക്കെ ഉണ്ട്. ഈ ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈമർ ഒന്ന് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു സാധനത്തിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ടൈമർ യൂസ് ചെയ്തിട്ട് വേണമല്ലോ നമ്മളിങ്ങനെ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൽ ഇവിടെ ഒന്ന് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ക്യാമറ ഓൺ ആകും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ ഇവിടെ ഫോൺ വെച്ചിട്ട് ടൈമറിന്റെ ആവശ്യമില്ല, നമ്മൾ ഇതിൽ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാമറ ഓണും ആവും, ക്യാമറ ഓഫ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് അതിനകത്തോട്ട് തന്നെ ഇതേപോലെ കയറ്റി വെക്കാം കേട്ടോ. കയറ്റി വെച്ച് ഇവിടെ ഇരിക്കും കേട്ടോ. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ മാത്രമല്ല യൂസ് ചെയ്യാനായിട്ട് പറ്റണേ, നമുക്കിത് വേറൊരു രീതിയിലും കൂടെ യൂസ് ചെയ്ത് ഇപ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി കയ്യിലില്ലാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണ്, നമുക്ക് ഫോട്ടോ എടുക്കണം, നമ്മൾ ഒന്നെങ്കിൽ ആരെങ്കിലും വേണം നമ്മുടെ കൂടെ,
നമ്മുടെ ഒരു സിംഗിൾ ഫോട്ടോ എടുക്കണമെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സെൽഫി എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോരാറാണ് പതിവ്. അപ്പോൾ നമുക്ക് സെൽഫിയും അല്ലെങ്കിൽ ഒരു തെണ്ടുകൾ നമ്മുടെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ സിംഗിൾ ഫോട്ടോ എടുക്കാം. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും തിട്ടയുടെ എന്തെങ്കിലുമൊക്കെ പൊക്കത്തിൽ വെക്കണം എന്ന് മാത്രമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇവിടെ കണ്ട ഈ ഒരു സാധനം കണ്ട ഒരു മൂടിൻ്റെ ഇവിടെ എങ്കിലും ഒരു ത്രികോണമൊക്കെ സംഭവമില്ലേ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് 3ആയിട്ട് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. കാണിച്ചു തരാം ഗൈസ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന് നമുക്ക് എവിടെയെങ്കിലും ഉറപ്പിച്ച് വെക്കാം കേട്ടോ. എവിടെയെങ്കിലും നമ്മളിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഫോൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെണ്ടികളുടെ ആവശ്യം നമുക്കില്ല ഗൈസ്. നമുക്ക് നമ്മുടെ ഫോട്ടോ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം, ആരുടെ ആവശ്യം നമുക്കില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തോരം വേണേലും വലിച്ച് നീട്ടുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം നമുക്ക് ഇത് നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഒരു തെണ്ടികളുടെ ആവശ്യം നമുക്കില്ല ഗൈസ്. നമുക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഞാൻ മിക്ക സ്ഥലങ്ങളിലൊക്കെ പണ്ട് പോകുമ്പോൾ നമുക്ക് സിംഗിൾ ഫോട്ടോ എടുക്കാനൊന്നും ആരും ഇല്ലായിരിക്കും ചിലപ്പോൾ കൂടുതൽ, നമ്മൾ സിംഗിൾ ആയിട്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ എവിടെയെങ്കിലും മൂട്ടിൽ കൊണ്ടുപോയിട്ട് ഫോൺ വെക്കണം, അല്ലെങ്കിൽ നമ്മൾ സെൽഫി എടുത്തിട്ട് പോരുക, അത്രയും മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഒരു സെൻറ്റികളുടെ ആവശ്യമില്ലാതെ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇത്ര ഉപയോഗമേ ഉള്ളൂ. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ താഴ്ത്തി എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഒന്നെങ്കിലും നമുക്ക് എന്നിട്ട് ഇത് ഇതേപോലെ തിരിച്ചു വെക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ വേണമെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവാം. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ട്രൈപോഡ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് എവിടെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ഒന്നെങ്കിൽ കാറിനോ വല്ലതൊക്കെ പോകുമ്പോൾ മാത്രമേ നമുക്കത് കൊണ്ടെടുക്കാനായിട്ടുള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ ഗൈസ്. ഇതേപോലൊരു നമുക്കൊരു ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാഗിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ഇത് കൊണ്ടുനടക്കാം കേട്ടോ ഗൈസ്. നമുക്ക് ഈ ഒരു ബാഗിനകത്ത് ഇത് കൊണ്ടെടുക്കാന്നുള്ളതാണ്. നമ്മൾ വെള്ളം നമ്മുടെ ഫോണൊക്കെ ഇടുന്ന കൂട്ടത്തിൽ ഈ ഒരു മിനി ട്രൈപോഡ് കൂടി ഇതിനകത്ത് കൊണ്ടെടുക്കാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത്രയും നാൾ ഞാൻ കുറേ തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഏതോ ഒരു സമയത്ത് എനിക്ക് ഇത് കിട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തെണ്ടികളുടെ ആവശ്യം ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഗേൾസ് മാത്രം കേട്ടോ, ബോയ്സിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിലൊക്കെ നമുക്ക് കൊണ്ട് നടക്കാം ഗൈസ്. കൊണ്ട് നടന്ന് നമുക്ക് യൂസ് ചെയ്യാം. അത്രയ്ക്ക് അടിപൊളിയാണ്. ഉപയോഗിക്കുമ്പോൾ തുറക്കാം, വേണ്ടെങ്കിലും അടക്കാം. നമുക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടോ ഗൈസ്, നിങ്ങൾ കണ്ടില്ല. അതായത് നമുക്കിതിനകത്ത് ഒരു സാധനം കൂടെ ഉണ്ട്. ഇവിടെ പോയോ കിട്ടി ഗൈസ്. അതായത് നമ്മുടെ ഈ ലൈറ്റ് എപ്പോഴെങ്കിലൊക്കെ തീർന്നു പോകുമല്ലോ, ലൈറ്റിൻ്റെ ചാർജ് തീർന്നു പോകുമല്ലോ. അപ്പം നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ കേബിൾ ഉണ്ട് ഗൈസ്. നമ്മൾ ഈ ഒരു ഡേറ്റ കേബിൾ ഇതിനകത്തൊരു ചാർജിങ്ങിനെ കുത്തി വെച്ചിട്ട് ഇത് നമ്മുടെ ഏതെങ്കിലും മൊബൈൽ ചാർജറിൻ്റെ കണക്ടറിൽ കണക്ട് ചെയ്ത് നമുക്കിത് ഫുൾ ചാർജ് ആക്കാം കേട്ടോ. ഫുൾ ചാർജാക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് വാങ്ങിക്കട്ടോ. 167 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാഗിൽ കൊണ്ടെടുക്കാവുന്ന സെൽഫി സ്റ്റിക്കുമായി ട്രൈപോഡുമായി. ഞാൻ ഇപ്പോൾ ഇത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ഇത് എടുക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതൊരു ലോങ് വീഡിയോ ആക്കിയിട്ട്. എന്തായാലും നിങ്ങൾക്ക് എസ്പെഷ്യലി കോളേജിലൊക്കെ പോണവർക്കും എപ്പോഴും കറങ്ങാൻ പോണവർക്കും വെറുതെ തേരാപ്പാൻ നടക്കുന്നവർക്കൊക്കെ ഈ ഒരു സാധനം അടിപൊളിയാണ് ഗൈസ്, അടിപൊളി. ഇനിയിപ്പോൾ നൈറ്റ് ട്രെയിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കണ്ട ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഒന്നും അടിയിൽ പോയി ഇന്ന് വിഷമിക്കേണ്ട ഗൈസ്. നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് ഓപ്പൺ ആക്കി ലൈറ്റ് അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല ലൈറ്റിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാവുന്നതാണ് ഗൈസ്. കണ്ട എൻ്റെ മുഖം കണ്ട നല്ല വെട്ടയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു തെണ്ടികളുടെ ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ മേടിക്കേണ്ട ഒരു സാധനങ്ങളുടെ ലിസ്റ്റിലുള്ള സാധനമാണ് കേട്ടോ ഗൈസ്. ഇത് മസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്തായാലും നമുക്ക് ഒരുപാട് വർഷത്തെ ഗ്യാരണ്ടി ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 200 രൂപ താഴെയുള്ള ഒരു പ്രൊഡക്റ്റാണ്, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എന്തോരം ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയില്ല, എന്തോരം നമ്മൾ കെയർ ചെയ്ത് അല്ലെങ്കിൽ എന്തോരം നോക്കി നമ്മൾ യൂസ് ചെയ്യുന്നോ അതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ഏതൊരു സാധനവും എക്സ്പയർ ആവുന്ന അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ എക്സ്പയറി ഡേറ്റ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യും. അതേസമയം കുട്ടികൾക്കൊന്നും കൊടുക്കേണ്ട, ഇരുമ്പ് തവിട് പൊടിയാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ജസ്റ്റ് എല്ലാവരും ഒന്ന് വാങ്ങിച്ചു നോക്കാം കേട്ടോ. ഇനി വാങ്ങിച്ചിട്ട് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടേൺ കൊടുക്കാതെ എക്സ്ചേഞ്ച് ഓർഡർ ചെയ്യുക കേട്ടോ. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ജസ്റ്റ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.